അങ്ങനെ ഷീസ് വെരി ഗുഡ്, a good friend, but then there are some problems which she had, and അത് എന്ത് കാരണമാണ് മാറിയത് എനിക്ക് അറിയില്ല. അറിയില്ല. ഓക്കെ, അപ്പൊ ആരായിട്ട് വർക്ക് ചെയ്യാനാണ് കൂടുതൽ കംഫർട്ടബിൾ? ഇപ്പോഴത്തെ രേവതിയാണോ അതേപോലെ? both of them are equally good. എനിക്ക് ഒരു കോൺട്രവേഴ്സിക്ക് എനിക്ക് പോവാൻ താല്പര്യം ഇല്ല. ആ കൊട്ട് ശരിക്കും എന്റെ തലക്കെട്ടാണ് കൊട്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വന്തം പ്രായവും ചന്ദ്രമതിയുടെ പ്രായവും തമ്മിലുള്ള അന്തരം പലരും എടുത്തു പറയാറുണ്ട്. യെസ്, പറയാറുണ്ട്. എന്താണ് പറയാറ് അവര്? they say ഞാൻ എന്തിനാ ഇത്ര ചെറിയ പ്രായത്തില് ഇത്ര പ്രായമുള്ള റോൾ ചെയ്യുന്നു. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ടാ വേറെ ഡിസ്ക്ലോസ് ഞാൻ ചെയ്യൂല. എന്റെ പ്രായം ഡിസ്ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഞാൻ അത് പറയത്തില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ. ലൈക് മോളില്ലേ, ഷീസ് 19 20 അല്ലേ? she's doing her graduation ബാംഗ്ലൂരിൽ. അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ്, ഞാൻ പറയത്തില്ല. ഷീസ് ഇൻ ബാംഗ്ലൂർ സൈക്കോളജി ചെയ്യാണ്. ഷീസ് 20. മോനുണ്ട്, ചോയ്സ് സ്കൂളിൽ പഠിക്കുന്നു, 8th ഗ്രേഡിലാണ്. 13. അപ്പൊ അവര് അമ്മയുടെ ലൈക് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എന്താ പറയാ? അവരെപ്പോഴും പറയും അമ്മ ചന്ദ്രമതി ആയിട്ട് വീട്ടിൽ വരല്ലേ, നമുക്ക് നമ്മളുടെ അമ്മ ആയിട്ട് മതി. ബിക്കോസ് ഇപ്പൊ എന്താണ് പ്രശ്നം പറഞ്ഞാൽ ഞാൻ തന്നെ ചില സമയത്ത് നോക്കും, ഈ ചന്ദ്രമതി ആയിട്ട് ഹാഫ് ഓഫ് ദ മന്ത് ലൈക്ക് 1 അല്ല 28th 29th മുതൽ നമ്മുടെ ബ്രേക്ക് ഷൂട്ട് തുടങ്ങും. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് 20th ആവും, 21st. അപ്പൊ അത്രയും ദിവസം ഈ ചന്ദ്രമതി ആയിട്ട് ഇരിക്കുമ്പോൾ എന്റെ പേഴ്സണാലിറ്റി മാറുന്നത് ഞാൻ തന്നെ ചില സമയത്ത് ഐ ഫീൽ ഇറ്റ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ റിയ പദ്മ എവിടെ, എനിക്ക് അത് കിട്ടാത്തോണ്ട് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. ലാസ്റ്റ് ടൈം തന്നെ എനിക്കൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി. ഷോർട്ടിന്റെ ഇടയിൽ എനിക്ക് വിഷമായി, സങ്കടം, കരച്ചിലൊക്കെ വന്നിട്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഒരു ദിവസം അവർ എനിക്ക് ലേറ്റ് വന്നോളൂ. അപ്പൊ ഞാൻ വർക്ക്ഔട്ട് എക്സസൈസ് ഒക്കെ ചെയ്തപ്പോ ബാക്ക് റീചാർജ് ആയി. അപ്പൊ അതുകൊണ്ട് എന്റെ പിള്ളേർ വരും, നമുക്ക് നമ്മളുടെ മമ്മി ആയിട്ട് വന്നാ മതി, ചന്ദ്രമതി വേണ്ട. അപ്പൊ ആ ഒരു ഇപ്പൊ ഐ എം നോട്ട് എ ബിഗ് ആക്ടർ, പക്ഷെ നമ്മൾ ഈ രൺവീർ സിംഗിന്റെ ഇന്റർവ്യൂസ് ഒക്കെ വായിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് ഡിപ്രഷനിലൊക്കെ പോയതൊക്കെ. അപ്പൊ അന്നേരം നമ്മൾ വിചാരിക്കുന്നത് എന്താ പറയുന്നത്, ചുമ്മാ വെറുതെ പറയും. പക്ഷെ ഇപ്പൊ ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് ദാറ്റ് നമുക്ക് നമ്മളുടെ ഒരു സ്പേസ്. പിന്നെ കുറെ ആക്ടേഴ്സ് ഉണ്ട് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ആവും, എനിക്കത് അറിഞ്ഞൂടാ. ഞാൻ അത് രാത്രി 10 o'clock പോയിട്ട് കിടന്നുറങ്ങും, രാവിലെ 6 മണി പിക്കപ്പ് പിന്നെയും ക്യാരക്ടറിൽ മോഡിൽ വരും. അപ്പൊ എനിക്ക് ആ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ പറ്റാത്തോണ്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. അത് എനിക്ക് പഠിക്കണം, എങ്ങനെ അത് എങ്ങനെയാണ് പെർഫോമൻസിനെ പറ്റിയൊക്കെ എന്താ പറയുന്നത്? അതില്ല, ബട്ട് ദെൻ ക്രൈങ് സീൻസ് ഒക്കെ ആവുമ്പോ അവരെന്നെ കളിയാക്കും, എങ്ങനെ അമ്മ ഇങ്ങനെയൊക്കെ കരയൊക്കെ. എപ്പോഴെങ്കിലും കരയുന്നൊക്കെ കണ്ടിട്ട് ക്രിഞ്ച് തോന്നിട്ടുണ്ടോ? എനിക്ക് എന്റെ എല്ലാ സീൻ ഞാൻ വിചാരിക്കും, അയ്യോ ഐ കുഡ് ഹാവ് ഡൺ ദിസ് ബെറ്റർ. ഇതെന്താ എന്റെ ചുണ്ട് ഇങ്ങനെ പോകുന്നു, എന്റെ കൈ എന്താ ഇങ്ങനെ പോകുന്നു. ഐ ഓൾവേസ് ഫീൽ ദാറ്റ്. പിന്നെ ആ സമയത്ത് ചില സമയത്ത് ഇംപ്രവൈസ് ചെയ്യും, അതിന്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കണം, ചുണ്ട് ഇങ്ങനെ ഇരിക്കണം ഒക്കെ ഓർത്തിട്ട് ചെയ്യും. പക്ഷെ then it becomes very artificial. But my kids they don't watch my serial. അവർ ഒരിക്കലും കാണൂല. ഞാൻ എന്തെങ്കിലും സ്റ്റോറിയിൽ ഷെയർ ചെയ്യുമ്പോൾ മാത്രം അവർ കാണാറുള്ളൂ. ഒരു ബീങ് ആൻ എയർ ഹോസ്റ്റസ് ആണോ അല്ലെങ്കിൽ ഒരു ലൈക് ആക്ട്രസ് ആണോ കൂടുതൽ പാട്? മണി വൈസ് നോക്കുമ്പോൾ ബീങ് ആൻ എയർ ഹോസ്റ്റസ്, ലൈക്ക് യു നോ, it is a glamorous, this is also a very glamorous job, but this job, no, both has its, because adum odd hours, international flights ഒക്കെ നമ്മൾ ഉറക്കം കളഞ്ഞ് ഫ്ലൈറ്റിലൊക്കെ ജോലി ചെയ്യണം. ഇതും നമുക്ക് സ്ലീപ്പ് ശരിയാവുന്നില്ല, നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ശരിയാവുന്നില്ല. അപ്പോൾ രണ്ടും ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് നമ്മളുടെ ബോഡീനെ കുറെ അഫക്റ്റ് ചെയ്യും. യു ആർ അണ്ടർ പ്രഷർ, റൈറ്റ്? ഇവിടെയും നമ്മൾ എൻഡ്ലെസ് ലൈക്ക് നോൺ സ്റ്റോപ്പ് 18-19 hours വി ആർ വർക്കിംഗ് വിത്ത് ദാറ്റ് മേക്കപ്പ്, ഹെയർ ഡു. സോ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ഇരുന്ന് ഉറങ്ങും, കിടക്കാൻ പറ്റൂല. അപ്പോൾ ഡിഫിക്കൽട്ട്. ആ ഒരു ജോബ് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ? ഓ, ഐ ഡെഫിനറ്റ്ലി മിസ്. പക്ഷേ അതിൽ ഇവിടെ വർക്കിംഗ് അല്ല. It's just like those dummies looking very pretty, smelling good, meeting the passengers. Emergency vannal, yes, we are the heroes. Because നമുക്ക് അവിടെ എമർജൻസിയിൽ നമ്മളുടെ പാസഞ്ചേഴ്സിനെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യാനാണ് മെയിൻ ജോബ്. പക്ഷെ അത്
ടച്ച് വുഡ് ഞാൻ ഫ്ലൈ ചെയ്തപ്പോൾ ഇതുവരെ വന്നില്ല. അതർവൈസ് ഈ നാട്ടിൽ എന്താ നടക്കുന്നത്, പ്രൈം മിനിസ്റ്റർ മാറി, ഇലക്ഷൻ ഇതായി, അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, നമ്മളൊന്ന് അറ്റ്ലീസ്റ്റ് നൗ സിൻസ് മൊബൈൽസ് അതെ, എൻ്റെ ടൈമിൽ അന്നേരം മൊബൈൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എനിക്ക് ആ അറിവ് ഉണ്ടായിരുന്നില്ല. സംതിങ് ഹാപ്പൻ വെൻ യു കം ബാക്ക് യു കം ടു നോ. അതർവൈസ് ദിസ് പോർഷൻ ഇസ് ഓൾവേസ് ഷട്ട്. ഇനി എയർലൈൻകാരൻ എന്നെ ഇതിന് എന്തെങ്കിലും ട്രോൾ ചെയ്യോ എനിക്ക് അറിഞ്ഞൂടാ. മൊത്തം ടെൻഷൻ ആണല്ലോ. നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ കേറുമ്പോ ഇങ്ങനെ നിങ്ങൾ വിളിച്ചു പറയില്ലേ, Now don't tell me to do that. I've forgotten it. ഒരു രണ്ട് വരി. Good morning, ladies and gentlemen. This is your Captain Ria. On board, you're with your first officer, blah, blah, blah. I welcome you on board KU 351, bound to take off from Cochin to Kuwait. The flying time would be 5 hours, 12 minutes. We'll be flying at an altitude of 33,000 feet. The flying time would be... Sorry. സൂപ്പർ അടിപൊളി അടിപൊളി അടിപൊളി. കയ്യടി കൊടുക്ക, എന്താണ് നോക്കിയിരിക്കണത്. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് റിയ ജോർജ്. ചെമ്പനീർ പൂവിലെ ചന്ദ്രമതി എന്ന് കേട്ടാലും പ്രേക്ഷകർക്ക് ഭൂരിഭാഗം പേർക്കും ഈ താരത്തെ തിരിച്ചറിയാനാകും. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ചന്ദ്രമതി. തന്റെ യഥാർത്ഥ വയസ്സിനേക്കാൾ പ്രായം കൂടിയ കഥാപാത്രമാണെങ്കിലും അതിലൊന്നും തനിക്ക് വിഷമമില്ലെന്ന് പറയുകയാണ് ചന്ദ്രമതി. വിവാഹശേഷമാണ് തന്റെ പേര് റിയ ജോർജ് എന്ന് മാറ്റിയതെന്നും അതിനു മുൻപ് പത്മ എന്നായിരുന്നു പേരെന്നും താരം പറയുന്നു. അഭിനയ രംഗത്തേക്ക് എത്തിയപ്പോൾ പത്മ എന്ന പേര് മതിയെന്ന നിർദ്ദേശം ഉയർന്നു വന്നുവെന്നും അതിനാൽ ആ പേര് സ്ക്രീൻ നെയിം ആക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും റിയ കൂട്ടിച്ചേർത്തു. സീരിയലിൽ നെഗറ്റീവ് റോളിലാണ് അഭിനയിക്കുന്നതെങ്കിലും ജീവിതത്തിൽ താൻ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആണെന്നും റിയ പറയുന്നു. ഇത്രയും നെഗറ്റിവിറ്റി ഉള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത് തന്നെ ബാധിക്കാറുണ്ടെന്ന് റിയ പറയുന്നുണ്ട്. പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഞാൻ എൻ്റെ മക്കളുടെ അമ്മയാണ്, ചന്ദ്രമതിയായിട്ട് വീട്ടിൽ വരണ്ട എന്ന് മക്കളും പറയാറുണ്ട്. ഒരു മാസത്തിൽ ഭൂരിഭാഗവും ഞാൻ ചന്ദ്രമതിയായിട്ടാണ് ജീവിക്കുന്നത്. സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മോഡിൽ മുന്നോട്ട് പോകുന്ന അഭിനേതാക്കളുണ്ട്. പക്ഷെ ആ മെത്തേഡ് തനിക്കറിയില്ല. അഭിനയം കഴിഞ്ഞാലും ആ ക്യാരക്ടർ കൂടി ഉണ്ടാകും. റിയ എവിടെയാണെന്ന് ഞാൻ തന്നെ അതിശയപ്പെട്ടിട്ടുണ്ടെന്നും താരം പറയുന്നു. ഫ്ലൈറ്റ് അറ്റൻഡന്റായി ജോലി ചെയ്തിരുന്ന റിയ ആ ജോലി ഉപേക്ഷിച്ചാണ് അഭിനയ മേഖലയിലേക്ക് എത്തിയത്. കഴിഞ്ഞ 4 വർഷത്തോളമായി സീരിയൽ രംഗത്ത് സജീവമാണ് താരം. ഇതിനിടെ ചില സിനിമകളിലും അഭിനയിച്ചു. ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിലും റിയ വേഷമിട്ടിട്ടുണ്ട്. ഒരു അധ്യാപിക കൂടിയാണ് റിയ. ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ താരം ക്ലാസുകൾ എടുക്കാറുമുണ്ട്.